Hello dears, Assalamualaikum. Namaskaram. It's me Raihana Jafar. Welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിലൊക്കെ രാവിലെ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാക്കിയായിട്ടുള്ള പുട്ട് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ മുഴുവനായിട്ട് കാണാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പുട്ട് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ബാക്കിയുള്ള പുട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 3 കഷ്ണം പുട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി അതിനനുസരിച്ച് എടുത്ത് വെക്കുക. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരുമ്മിയിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ അതായത് ഇവിടെ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 ടീസ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണിനാണ് കേട്ടോ. 3 ടീസ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ സവാള ഒരു സവാളയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് സവാളയുടെ എണ്ണം കൂട്ടം കുറക്കൊക്കെ ചെയ്യാം. ഞാനിവിടെ ഏകദേശം കുറച്ച് വലുപ്പമുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് വഴറ്റി സോഫ്റ്റ് ആക്കുന്ന വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് സവാളയും തക്കാളിയൊക്കെ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഞാനിതൊന്ന് നമുക്ക് ഈ സവാള നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇളക്കി ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് വഴറ്റിയെടുക്കണം. അതിന് മുമ്പായിട്ട് ഞാനിതിലേക്ക് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത് ചേർത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ ഒരു പുട്ട് ബിരിയാണിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് സവാള നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് വഴണ്ട് വരണം കേട്ടോ. സവാള ഒരു മീഡിയം സൈസിലൊന്നും വഴണ്ട പോരാ. നല്ല സോഫ്റ്റ് ആയിട്ട് വഴന്ന് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വഴണ്ട് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ഏകദേശം നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഇതൊന്ന് വഴണ്ട് വരാനുണ്ട്. അതുവരെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പൊടികൾ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ ആ ഒരു പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് ഏകദേശം നമ്മുടെ പൊടിയുടെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്.
ആ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് ഉടഞ്ഞു വരുന്ന വരെ നമ്മൾ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നമുക്ക് ഡിന്നറിനാണെങ്കിലും ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയ പുട്ടൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഡിന്നറിനാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അതല്ല നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ അങ്ങനെ ഇതുപോലെ ചെയ്തെടുക്കാം. ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിവിടെ തക്കാളി മൂടി വെച്ചിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് ഉടഞ്ഞു വരുന്ന വരെ നമ്മൾ നല്ല പോലെ വഴറ്റിയെടുക്കുക കേട്ടോ. നമ്മൾ ഒരുപാട് റെസിപ്പീസ് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബിരിയാണിയുടെ റെസിപ്പീസും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് പോയി കാണുക, എന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല ചൂടുള്ള വെള്ളമാണ്. ഏകദേശം കുറച്ച് ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കയ്യിൽ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ നമ്മുടെ ഈ ഒരു തക്കാളി നല്ല സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ കാണാത്തവർ അതൊന്ന് പോയി കാണാം. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ, നിങ്ങളുടെ കമൻറ്റാണ് നമ്മളെ ഓരോ വീഡിയോസിനുള്ള പ്രചോദനം. അപ്പം കമൻറ്റ് എന്തായാലും നിങ്ങൾ അറിയിക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അതാ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ സെൻറ്ററിൽ ഇതുപോലെ നമ്മൾ മസാല ഒക്കെ സൈഡിലേക്ക് ആക്കിയിട്ട് സെൻറ്റർ ഇതുപോലെ ഒഴിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഒരു മുട്ട നന്നായിട്ടൊന്ന് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്. അത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. ഫ്ലെയിം കൂട്ടിയതിന് ശേഷം നമ്മളിങ്ങനെ ചിക്കി വറക്കൂലേ, മുട്ട ചിക്കി വറക്കൂലേ, അതേപോലെ ഇതുപോലെ ഒന്ന് ചിക്കി വറുത്തെടുക്കാം. മുട്ട ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് ചേർത്താൽ മതി, അല്ലാത്തവർക്ക് മുട്ട ചേർക്കാതെയും ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചിക്കി ഈ ഒരു മുട്ട ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ മസാലയിലേക്ക് കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് എല്ലാം കൂടെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പുട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പുട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഈ ഒരു മസാലയുമായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇളക്കി മിക്സ് ചെയ്യുക. നല്ല പോലെ ഇളക്കി ഈ ഒരു മസാലയായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ പുട്ട് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ പുട്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാണാനും നല്ല ഭംഗിയാണ്, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി ഐറ്റം തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുട്ടൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇനി ആരും കളയാനൊന്നും നിൽക്കണ്ട. നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ബിരിയാണിയുടെ ടേസ്റ്റിൽ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ബിരിയാണിയാണെന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ കുട്ടികൾക്കൊന്നും ഇത് ബിരിയാണി അല്ലാന്ന് അറിയില്ല. അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ ഈ ഒരു യാത്രയുടെ സപ്പോർട്ട് മുഴുവൻ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും വീണ്ടും ഉണ്ടാവണം. അതേപോലെ ഇനി നമ്മുടെ ഈ ഒരു ബിരിയാണി, നമ്മുടെ പുട്ട് ബിരിയാണി സെർവ് ചെയ്യുന്നതും ഒരു വ്യത്യസ്ത രീതിയിലാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഇതൊന്ന് സെർവ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനിന് സെലക്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിട്ട് പെട്ടെന്ന് വീഡിയോ കാണാനും പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് വെക്കുക, ആരും മറക്കരുത്. അപ്പോൾ നമ്മളിതുപോലത്തെ ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഈ ഒരു പുട്ട് ബിരിയാണി വിളമ്പിയതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിലേക്കോ ഏതിലേക്കാണ് നമുക്ക് സെർവ് ചെയ്യേണ്ടത് അതിലേക്ക് ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. നല്ല അടിപൊളിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ടാറ്റാ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.